ഹലോ മക്കളെ, അപ്പോൾ നമ്മുടെ ഈ ചാനലിലെ വീഡിയോസ് നിങ്ങൾ ഫോളോ ചെയ്യുന്നവരാണ്, നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലായിട്ടുണ്ടാവും. നിങ്ങൾക്ക് നല്ലൊരു ഡോക്ടർ ആവണമെങ്കിൽ, നല്ലൊരു മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ നേടണമെങ്കിൽ നിങ്ങൾ നീറ്റ് എന്ന് പറഞ്ഞ പരീക്ഷ +2 കഴിയുമ്പോൾ നിങ്ങൾ എഴുതണം. അതിൽ നല്ലൊരു റാങ്ക് നേടിയാലേ നിങ്ങൾക്ക് നല്ലൊരു മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടും. അങ്ങനെയാണ് അടുത്ത ചോദ്യം, ഈ നീറ്റിന് വേണ്ടി എന്തൊക്കെയാണ് പഠിക്കേണ്ടത്? സാധാരണ സ്കൂളിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതിയോ? രണ്ടാമത്തെ കാര്യം, ഇതിന് എപ്പോഴാണ് പഠിക്കാൻ തുടങ്ങേണ്ടത്? +2 കഴിയുമ്പോൾ പഠിച്ചാൽ മതിയോ, അല്ലെ +2 മാത്രം പഠിച്ചാൽ മതിയോ, അല്ലെ ആദ്യം മുതൽ തന്നെ +1 +2 തന്നെ പഠിച്ചു തുടങ്ങണം? അപ്പോൾ ഈ കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ഫസ്റ്റ് കാര്യം തന്നെ അങ്ങോട്ട് ക്ലിയർ ചെയ്തേക്കാം. പല കുട്ടികൾക്കുള്ളൊരു മിസ്കോൺസെപ്ഷനാണ്, നീറ്റ് എക്സാമിന് വേണ്ടി +2 പഠിച്ചാൽ മതി, അല്ലെ +2 കഴിഞ്ഞിട്ടൊരു ഗ്യാപ്പില്ലേ, പരീക്ഷകളുടെ ഗ്യാപ്പ്, ആ ഗ്യാപ്പിൽ പഠിച്ചാൽ മതി. മക്കളെ, പ്രാക്ടിക്കലി സ്പീക്കിംഗ് നിങ്ങൾക്ക് +2 മാത്രം പഠിച്ചുകൊണ്ടോ, അല്ലെ +2 മാത്രം പഠിച്ചുകൊണ്ടോ, +2 കഴിഞ്ഞിട്ട് മാത്രം പഠിച്ചുകൊണ്ടോ ഒരിക്കലും നിങ്ങൾക്ക് നീറ്റ് കിട്ടാൻ പോകുന്നില്ല. അതിൻ്റെ 2 കാരണങ്ങളുണ്ട്. ഒരു കാര്യം എന്ന് വെച്ചാൽ, നീറ്റിൻ്റെ സിലബസ് എന്ന് പറഞ്ഞാൽ +2 മാത്രമല്ല, +1ഉം +2ഉം ഓൾമോസ്റ്റ് ഈക്വൽ വെയിറ്റേജിലാണ് വരുന്നത്. അപ്പോൾ +1 മുതൽ തന്നെ പഠിച്ചു തുടങ്ങിയാലേ പരിപാടി നടക്കുകയുള്ളൂ. കാരണം +1ഉം നല്ലൊരു ശതമാനം, 50% ഇല്ല ഓൾമോസ്റ്റ്, പക്ഷേ അതിൻ്റെ അടുത്ത് തന്നെ ശതമാനം വെയിറ്റേജ് +1 സിലബസിനുണ്ട്. അപ്പോൾ +1 +2 പഠിക്കണം. മാത്രമല്ല, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു കോമ്പറ്റീറ്റീവ് എക്സാമാണ്. അപ്പോൾ നിങ്ങൾ +2 മാത്രം പഠിച്ചു, അല്ലെങ്കിൽ +2 ഉള്ള സമയത്ത് 1 വർഷം മാത്രം പഠിച്ചു. പല കുട്ടികളുണ്ടാവും 2 വർഷം പഠിക്കുന്നവർ, റിപ്പീറ്റേഴ്സ് ആണ് 3 വർഷവും 4 വർഷവും പഠിക്കുന്നവരുണ്ടാവും. ഇപ്പം നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സിലൊക്കെയാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും 9ാം ക്ലാസ്സും 8ാം ക്ലാസ് മുതൽ നീറ്റിനും ജെയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ അവരോടാണ് നിങ്ങൾ കോമ്പീറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കും, നിങ്ങൾ 1 വർഷം കൊണ്ട് പഠിച്ചിട്ട് നിങ്ങൾക്ക് എവിടെ വരെ എത്താൻ പറ്റും? അപ്പോൾ പ്രാക്ടിക്കലി സ്പീക്കിംഗ് മിനിമം നിങ്ങൾ എന്ത് ചെയ്യണം, +1 മുതൽ പഠിച്ചു തുടങ്ങണം. 2 വർഷം എങ്കിലും പഠിച്ചാലേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. സോ ഒരിക്കലും ഇത് പിന്നത്തേക്ക് വെക്കരുത്. +2 ഞാൻ പഠിച്ചോളാം എന്ന് വിചാരിച്ചാൽ ഇത് പോസിബിളേ ആവില്ല. അപ്പോൾ +1 തന്നെ പഠിച്ചു കൊടുക്കണം. രണ്ടാമത്തെ ചോദ്യം, സർ സ്കൂളിലെ കാര്യങ്ങൾ മാത്രം, സ്കൂളിൽ ടീച്ചർ പഠിപ്പിക്കുന്നുണ്ടല്ലോ ഓരോ സബ്ജക്ട്സ്, അത് മാത്രം പഠിച്ചാൽ ഈ പരിപാടി നടക്കും? ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. എന്തുകൊണ്ടാണ് നടക്കാൻ പോകാത്തത്? ഇതിൻ്റെ സിലബസ് വേറെ എന്തോ ആയതുകൊണ്ടാണോ? അതുകൊണ്ടല്ല. സിലബസ് നമ്മുടെ സ്കൂളിൽ പഠിക്കാൻ പോകുന്ന NCERT ടെക്സ്റ്റ് ബുക്ക് തന്നെയാണ്. ഇപ്പോൾ സ്റ്റേറ്റ് സിലബസ് ആണെങ്കിൽ CBSE ആണ്, നിങ്ങൾ ഫോളോ ചെയ്യാൻ പോകുന്ന NCERT ടെക്സ്റ്റ് ബുക്ക് തന്നെയാണ്. സ്റ്റേറ്റ് സിലബസിന് SCERT എന്ന് പറഞ്ഞ് തരുന്ന ബുക്ക് ബേസിക്കലി എന്ത് തന്നെയാണ്, NCERT ചട്ടം മാറ്റി തരുന്നതാണ്. അപ്പം എല്ലാവരും ഫോളോ ചെയ്യുന്ന സിലബസ് തന്നെയാണ്, നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന സിലബസ് തന്നെയാണ് നീറ്റിൻ്റെയും സിലബസ്. പക്ഷേ സിലബസിൽ അത് നിൽക്കും. അതായത് സിലബസ് മാത്രമേ സെയിം ഉള്ളൂ. ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിൻ്റെ പാറ്റേൺ, അതിൻ്റെ ക്വാളിറ്റി, അതിൻ്റെ സ്റ്റാൻഡേർഡ്, അതിൻ്റെ ഡിഫിക്കൽട്ടി ഒക്കെ ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, അതിനുവേണ്ടി സെപ്പറേറ്റ് നിങ്ങൾ പഠിച്ചാലേ നിങ്ങൾക്ക് നല്ലൊരു റാങ്കോട് കൂടി ഉറപ്പിച്ച് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നേടിയെടുക്കാൻ പറ്റുള്ളൂ. മറ്റൊരു ചാൻസ് ആയിരിക്കും. നിങ്ങൾക്ക് നല്ല കഴിവുണ്ടെങ്കിൽ, നിങ്ങൾ നന്നായി പഠിക്കുന്ന കുട്ടിയാണ്, ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടുമായിരിക്കും. ഇപ്പോൾ ഒരു ചാൻസാണ്. അപ്പോൾ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് നേടിയെടുക്കണമെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, ഒരു ഹെൽപ്പ് വേണ്ടി വരും. കോച്ചിങ് ഓൺലൈൻ ആയിക്കോട്ടെ ഓഫ്ലൈൻ ആയിക്കോട്ടെ, നിങ്ങൾക്ക് അതിൻ്റെ ഹെൽപ്പ് വേണ്ടി വരും. ഇനി വീണ്ടും നമ്മുടെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് വരാം, എപ്പോഴാണ് നമുക്ക് തുടങ്ങേണ്ടത്? മക്കൾ, അതിനാദ്യം നമുക്ക് എന്ത് ചെയ്യാം, എന്തൊക്കെയാണ് നിങ്ങൾക്ക് +1 നീറ്റിന് വേണ്ടി നിങ്ങൾക്ക് പഠിക്കാനുള്ള ചാപ്റ്റേഴ്സിൻ്റെ എണ്ണം എത്ര നിങ്ങൾക്ക് പഠിക്കാനുണ്ടെന്നുള്ള കാര്യം ആദ്യം മനസ്സിലാക്കാം. അതായത് നിങ്ങൾ +1 എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ബയോമാക്സ് എടുക്കുകയാണെങ്കിൽ ഏതാണ്ട് ഇത്രയും ചാപ്റ്റേഴ്സ് ആയിരിക്കും ഉണ്ടാവും. നിങ്ങൾ വേണം ആഡ് ചെയ്ത് നോക്കിക്കോ. ഇത്രയും ചാപ്റ്ററാണ്, ഇത്രയും പാഠങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, പഠിച്ച് തീർക്കാനുള്ളത്. ഇത് നീറ്റിന് നിങ്ങൾ നീറ്റിന് പ്ലാൻ ചെയ്യുന്നില്ലെങ്കിൽ പോലും നിങ്ങളുടെ സ്കൂൾ പരീക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ ഇത്രയും ചാപ്റ്റർ പഠിക്കണം +1. ഇതിൽ ഓരോ ചാപ്റ്ററും നമ്മൾ SSLCയിലെ ചാപ്റ്റർ പഠിക്കുന്നതിനേക്കാളും വലിയതാണ്. അപ്പോൾ SSLCയിൽ ഒരു ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ഇതിലൊരു അര ചാപ്റ്റർ പോലും ഉണ്ടാവില്ല. അപ്പോൾ ഈ 14 ഒരു ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ SSLCയിൽ 2 ചാപ്റ്റർ പഠിക്കുന്നതിൻ്റെ ഒരു എഫക്റ്റ് ആയിരിക്കും നിങ്ങൾ ഉണ്ടാവുക. അപ്പോൾ ആ ഒരു കാര്യം കൂടെ ഉണ്ട്. അപ്പോൾ ബുദ്ധിമുട്ടാണോ +1? യെസ്, ബുദ്ധിമുട്ടാണ്, കുറച്ചധികം പഠിക്കാനുണ്ട്. പറ്റായികയാണോ, എന്താ പഠിച്ചെടുക്കാൻ പറ്റാത്തത്തോളം ബുദ്ധിമുട്ടാണോ? അങ്ങനെയൊന്നുമല്ല. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇത്രയും ചാപ്റ്റേഴ്സാണ് നിങ്ങൾ നീറ്റിന് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാവുക. ഇനി നീറ്റിൽ ഏത് സബ്ജക്ട്സേ വരുള്ളൂ, നീറ്റിൽ പരീക്ഷയിൽ സബ്ജക്ട്സ് ഏത് വരുള്ളൂ, ഫിസിക്സ് കെമിസ്ട്രി ബയോളജി വരുള്ളൂ, മാത്സ് ഉണ്ടാവില്ല. എന്നുവെച്ചാൽ നിങ്ങൾ മാത്സ് പഠിക്കേണ്ടതെന്നാണല്ല, നിങ്ങൾ മാത്സ് കോമ്പിനേഷൻ നിങ്ങൾ സ്കൂളിൽ എടുക്കുകയാണെങ്കിൽ ആ 14 ചാപ്റ്റേഴ്സ് നിങ്ങൾ മാത്സ് പഠിക്കുകയും വേണം, പബ്ലിക് എക്സാമിന് അപ്പിയറും ചെയ്യാൻ വേണം. ഇത് +1 മാത്രം കാര്യമാണ് പറയുന്നത്. ഇനി നിങ്ങൾ ആലോചിക്കേണ്ട, സാർ ഓക്കെ ശരി, അത്രയും ചാപ്റ്റേഴ്സ് അല്ലേ, അത് പഠിക്കാമല്ലോ, എന്താ ബുദ്ധിമുട്ട്, മെല്ലെ നമുക്ക് തുടങ്ങാം, സ്കൂളിലെ ക്ലാസ്സൊക്കെ തുടങ്ങിയതിന് മെല്ലെ തുടങ്ങിയാൽ പോരെ. അപ്പോൾ അവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട രണ്ടാമത്തെ കാര്യം, നിങ്ങൾ സ്കൂളിലെ ക്ലാസ്സും പിന്നെ നിങ്ങളിപ്പം നമ്മുടെ ട്യൂഷൻ ബാച്ചോ അല്ലെങ്കിൽ ഓൺലൈൻ ട്യൂഷൻ ബാച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും ഓഫ്ലൈൻ ട്യൂഷനിലും മാത്രം പോയതുകൊണ്ട് നിങ്ങൾക്ക് നീറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് പബ്ലിക് എക്സാമിന് നല്ലൊരു മാർക്ക് നേടിയെടുക്കാൻ പറ്റും. പക്ഷേ നീറ്റ് ക്രാക്ക് ചെയ്യണമെങ്കിൽ ഇതിൽ ഓരോ ചാപ്റ്ററും നിങ്ങൾ പഠിക്കുമ്പോൾ, 14 ചാപ്റ്ററിൽ ഓരോന്ന് പഠിക്കുമ്പോഴും അതിനുവേണ്ടി നീറ്റിന് വേണ്ടി നിങ്ങൾ എക്സ്ട്രാ എഫേർട്ട് ഇട്ടേ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യം കൂടെ അവിടെ വരുന്നുണ്ട്. അതിന് നിങ്ങൾ സമയം കണ്ടേ പറ്റുള്ളൂ. അപ്പോൾ അതിന് എത്ര സമയം കാണണം? അപ്പോൾ ആദ്യം എന്താ ചെയ്യേണ്ടതെന്നുള്ള കാര്യം നമുക്കൊന്ന് നോക്കാം. എന്നിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കുക എന്തായിരിക്കും എത്ര സമയം നിങ്ങൾക്ക് എക്സ്ട്രാ വേണ്ടി വരുന്നുള്ള കാര്യം. മക്കളെ, ഫസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ട, ഒരു ചാപ്റ്റർ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം എന്ത് ചെയ്തിരിക്കണം, അതിൻ്റെ സ്കൂളിലെയും പബ്ലിക് എക്സാമിന് വേണ്ടിയുള്ള പോർഷൻസ് നിങ്ങൾ പഠിക്കണം. അപ്പോൾ അത് സ്കൂളിലെ ക്ലാസ് മതിയോ,
ഇനി സ്കൂളിലെ ക്ലാസ് മനസ്സിലായാലേ നമ്മൾ എക്സാമിനറിൻ്റെ നിങ്ങൾ +1 ബാച്ചിൽ അഗ്നി ബാച്ചിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലെ ക്ലാസ് ഫോളോ ചെയ്യാം, അല്ലെങ്കിൽ ഇതിന് ട്യൂഷനിൽ പോയി ഫോളോ ചെയ്യാം. എന്തായാലും സ്കൂളിലെ പരീക്ഷയ്ക്ക് വേണ്ടി കുറച്ച് കാര്യങ്ങൾ പഠിക്കേണ്ടി വരും, അത് പബ്ലിക് എക്സാമിന് വേണ്ടിയിട്ട് അത് ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കേണ്ടി വരും. അതെന്തായാലും പഠിക്കണം. അപ്പോൾ നിങ്ങളായിരിക്കും സാർ എന്നാൽ ഞാൻ ഇത് സ്കിപ്പ് അടിക്കാം എന്നിട്ട് ഞാൻ നേരെ നീറ്റിന് പഠിക്കാം. അത് പറ്റില്ല. കാരണം നീറ്റിന് പഠിക്കണേ അത് നിങ്ങളിത് അറിഞ്ഞിരിക്കണം, ബേസിക്സ് അറിഞ്ഞിരിക്കണം. അതിൻ്റെ മുകളിലാണ് നിങ്ങൾ നീറ്റിന് പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതെന്തായാലും പഠിക്കണം. പക്ഷേ അതിന് സമയം എടുക്കും. അത് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, നീറ്റിന് വേണ്ടി നിങ്ങൾ കുറച്ച് എക്സ്ട്രാ എഫേർട്ട് ഉണ്ട്. എഫേർട്ട് 2 രൂപത്തിലാണ് വരിക. ഒന്ന്, കുറച്ച് എക്സ്ട്രാ തിയറിയൊക്കെ പഠിക്കാനുണ്ടാവും. അപ്പോൾ കാര്യം സ്കൂളിൽ പഠിപ്പിക്കുന്ന ടെക്സ്റ്റ് ബുക്ക് വെച്ചിട്ട് തന്നെയാണ് നീറ്റ് വരുന്നതെങ്കിലും സ്കൂളിലെല്ലാം പഠിപ്പിക്കില്ല. കാരണം എല്ലാം പഠിപ്പിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. ഇനി എല്ലാം പഠിപ്പിക്കുമെങ്കിൽ പോലും ആ ഒരു നീറ്റിൻ്റെ കോണ്ടെക്സ്റ്റിലല്ലായിരിക്കും പഠിപ്പിക്കുക. എൻട്രൻസ് എക്സാമിൻ്റെ കോണ്ടെക്സ്റ്റ് ആയിരിക്കില്ല പഠിപ്പിക്കുക. അപ്പോൾ അത് നമുക്ക് എക്സ്ട്രാ പഠിച്ചെടുക്കണം. ഇപ്പോൾ നിങ്ങൾ പൃഥ്വി ബാച്ചിലൊക്കെ ജോയിൻ ചെയ്യണം, നമ്മുടെ +1 നീറ്റ് ബാച്ചിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആ കോൺസെപ്റ്റ്സ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യും, അതിൽ ലേണിംഗ് വീഡിയോസ് ആയിട്ട് പ്രോപ്പറായിട്ട് പഠിപ്പിച്ചു തരും. അതിനും ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് അതിനുശേഷം നിങ്ങൾ ചെയ്യാവുന്ന ഡെയിലി പ്രാക്ടീസ് പ്രോബ്ലംസ്, DPPs. അവിടെയാണ് നിങ്ങൾ ആക്ച്വലി ഈ എക്സ്ട്രാ പഠിച്ച തിയറിയും സ്കൂളിൽ പഠിച്ചതും അല്ലാത്ത സാധാരണ ടെക്സ്റ്റ് ബുക്കിലുള്ള തിയറിയും എല്ലാത്തിൻ്റെയും ആപ്ലിക്കേഷൻ, അതായത് നീറ്റ് ലെവലിലുള്ള ചോദ്യങ്ങൾ നിങ്ങൾ പഠിച്ചെടുക്കാൻ പോകുന്ന DPPസിലാണ്. അപ്പോൾ DPPസിൽ ഇഷ്ടംപോലെ ചോദ്യങ്ങൾ, ഒരു ചാപ്റ്ററിൽ 300 to 500 ചോദ്യങ്ങളുണ്ടാവും നീറ്റ് പാറ്റേണുകൾ. അപ്പോൾ അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. അതിൻ്റെ വീഡിയോ സൊല്യൂഷനൊക്കെ നമ്മുടെ ബാച്ചിലുണ്ടാവും, അത് പഠിച്ചെടുക്കണം. അപ്പോൾ നിങ്ങൾ ഓഫ്ലൈൻ കോച്ചിങ്ങിനാണ് പോകുന്നതെങ്കിൽ അവിടെ വർക്ക്ഷീറ്റ് തരും. അപ്പോൾ ഇത് ചെയ്യാതെ നിങ്ങൾക്ക് ഒരിക്കലും നീറ്റ് ലെവലിലേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ ഇതിനും നിങ്ങൾക്ക് എന്ത് വേണം, ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് ചെയ്യണമെന്ന് മാത്രമല്ല ഇതിനും സെപ്പറേറ്റ് സമയം നിങ്ങൾ കണ്ടെത്തേണ്ടി വരും. അപ്പോൾ അതിനൊരു സമയം വേണ്ടി വരും. ഓക്കെ. പിന്നെ ആ ചാപ്റ്ററിൻ്റെ എക്സാം എക്സ്ട്രീംലി ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നിങ്ങളിത് പഠിച്ചത് കൊണ്ടൊന്നും കാര്യമില്ല. നിങ്ങൾ ഈ പഠിച്ച കാര്യമൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ഗുണം ഉണ്ടാക്കിയിട്ടുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലായിട്ടുണ്ടോ, ഒരു പരീക്ഷ വരുമ്പോൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ പരീക്ഷ എഴുതി ശീലിച്ചേ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ എക്സാമിനർ ബാച്ചിൽ ജോയിൻ ചെയ്താണെങ്കിൽ നിങ്ങൾക്ക് എന്തുണ്ടാവും, ഓരോ ചാപ്റ്റർ ചെയ്യുമ്പോൾ എക്സാംസ് ഉണ്ടാവും. ഒരു മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ മൂന്ന് ചാപ്റ്റർ കഴിയുമ്പോൾ അപ്പം മൊഡ്യൂളിൻ്റെ ഫുൾ ലെങ്ത് എക്സാം ഉണ്ടാവും. അപ്പോൾ കുറേ എക്സാംസ് ഉണ്ടാവും. ഏത് ഓഫ്ലൈൻ ട്യൂഷൻ സെൻറ്ററിലാണെങ്കിൽ നല്ല കോച്ചിങ് സെൻറ്ററിലാണെങ്കിൽ നിങ്ങൾക്ക് എക്സാംസ് ഉണ്ടാവും. അപ്പോൾ എക്സാംസ് ഇനി വേണ്ടി റിവൈസ് ചെയ്യേണ്ടി പഠിക്കേണ്ടി വരും. പിന്നെ ഓവറോൾ റിവിഷൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒരു ചാപ്റ്റർ നിങ്ങൾ പഠിക്കുമ്പോൾ ചെയ്യേണ്ടത്. എന്താ സാർ ഓവറോൾ റിവിഷൻ എന്ന് പറഞ്ഞാൽ, മക്കളെ ഒരു ചാപ്റ്റർ നിങ്ങൾ പഠിച്ച് ഈ കാര്യങ്ങൾ ചെയ്തു, ഈ 3 കാര്യങ്ങൾ ചെയ്തു, അടുത്ത ചാപ്റ്റർ പഠിക്കുന്നു 3 കാര്യങ്ങൾ ചെയ്തു, അടുത്ത ചാപ്റ്റർ പഠിക്കുന്നു 3 കാര്യങ്ങൾ ചെയ്തു. ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരുന്നാൽ മതിയോ? പോരാ. കാരണം ഇതിങ്ങനെ ചെയ്ത് ഒരു 5 ചാപ്റ്റർ ആകുമ്പോഴത്തേക്കും നിങ്ങൾ ആദ്യത്തെ ചാപ്റ്ററിൽ എല്ലാം മറന്നു പോയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ മറന്നു പോകാതിരിക്കുകയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ കാര്യങ്ങൾ വീണ്ടും റിവൈസ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ അതാണ് ഈ റിവിഷൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒരു ചാപ്റ്ററിന് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങളാലേക്ക് സാർ ഇത് കേട്ടിട്ട് ഈ പരിപാടി നടക്കില്ല എന്നാണല്ലോ തോന്നുന്നത്. ഓൾറെഡി ഇത്രയും ചാപ്റ്റേഴ്സ് ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇതിങ്ങനെ പോസിബിൾ ആവും. നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ ഇത് ഇഷ്ടംപോലെ കുട്ടികൾ പോസിബിൾ ആക്കുന്ന കാര്യമാണ്. അപ്പം നിങ്ങൾ അങ്ങനെ ചിന്തിക്കേണ്ട ഒരു ആവശ്യം പോലില്ല. പക്ഷേ ഇത് പോസിബിൾ ആക്കുന്ന ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും, +2 മാത്രം പഠിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ +1 ഉഴപ്പി പഠിച്ചതുകൊണ്ടോ നിങ്ങൾക്ക് നടത്തിയെടുക്കാൻ പറ്റില്ല. ഇത് പ്രാക്ടിക്കലി പോസിബിൾ ആവില്ല. നേരെ മറിച്ച് നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, ബുദ്ധിപരമായിട്ട് കുറച്ചെങ്കിലും നേരത്തെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ, നിങ്ങളുടെ പ്രിപ്പറേഷൻ നേരത്തെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. എത്രത്തോളം നേരത്തെയാണ് അത്രത്തോളം നേരത്തെയാണ് നല്ലത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടും കൂടിയാണ് എക്സാമിൻ്റെ ഒരു സന്തോഷ വാർത്തയുണ്ട്. നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും, അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ്. നമ്മുടെ 17th നമ്മുടെ +1 പൃഥ്വി നീറ്റ് ബാച്ചിൻ്റെ ഓറിയൻറ്റേഷൻ. സോ ബേസിക്കലി നമ്മൾ പൃഥ്വി നീറ്റ് ബാച്ചിൻ്റെ ഫസ്റ്റ് ബാച്ച് നമ്മൾ എന്ത് ചെയ്യും, ഈ മാസം 17-ാം തീയതിയോട് സ്റ്റാർട്ട് ചെയ്യും. എന്താ അതിൻ്റെ ലോജിക്ക്, നിങ്ങളെ വെക്കേഷനിൽ കഷ്ടപ്പെടുത്താനല്ല, നിങ്ങൾ പിന്നീട് കഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ക്ലാസ് നേരത്തെ സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം വെക്കേഷൻ നിങ്ങൾക്ക് റിലാക്സ് ചെയ്ത് പഠിക്കാൻ പറ്റും. നിങ്ങൾക്ക് രാവിലെ ഒന്നും വേറെ റെസ്പോൺസിബിലിറ്റിയും കാര്യമൊന്നുമില്ല. അപ്പോൾ കുറേ ഒന്നും പഠിക്കണ്ട, കുറച്ച് പഠിച്ചാൽ മതി. അങ്ങനെ പഠിച്ച് സ്കൂൾ തുടങ്ങുന്നതിന് മുമ്പ് നല്ലൊരു ശതമാനം ചാപ്റ്റേഴ്സ് നിങ്ങൾ എന്ത് ചെയ്യും, റിലാക്സ് ചെയ്ത് പഠിച്ച് തീർക്കും. അങ്ങനെ നിങ്ങൾ തീർത്താൽ പിന്നെ നിങ്ങൾക്ക് സുഖമായിരിക്കും. സാധാരണ അന്ന് +1 സ്കൂളിലൊക്കെ തുടങ്ങുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന കുട്ടിയെ വെച്ചിട്ട് വലിയൊരു അഡ്വാൻറ്റേജിലായിരിക്കും നിങ്ങൾ ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് റിലാക്സ് ചെയ്ത് തീർക്കാം. അല്ലാത്ത കുട്ടികൾക്ക് കുറച്ചും കൂടി കഷ്ടപ്പെട്ട് സ്കൂളും ഉണ്ട്, ഞാൻ പറഞ്ഞില്ല എക്സാംസ് ഉണ്ട്, DPP ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പാക്ഡ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ പാക്ഡ് അല്ലാതെ കുറച്ചുകൂടി റിലാക്സ് ചെയ്യണം, നേരത്തെ തന്നെ സ്റ്റാർട്ട് ചെയ്യണം ഏറ്റവും ബുദ്ധി. നിങ്ങൾ ഓൾ ഇന്ത്യ പ്ലാറ്റ്ഫോംസ് ഒക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവേണ്ട, അവരൊക്കെ എന്നോ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. നമ്മൾ ഈ പറയുമ്പോൾ തന്നെ അവർ സ്റ്റാർട്ട് ചെയ്തു അവരുടെ നെക്സ്റ്റ് ഇയറിലെ പ്രിപ്പറേഷൻ. അപ്പോൾ മിനിമം നമുക്ക് എന്ത് ചെയ്യണം, ഇപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ എക്സാമിൻ്റെ നേരത്തെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നമ്മുടെ പൃഥ്വി ബാച്ചിൽ ജോയിൻ ചെയ്തവരെല്ലാവരും 17-ാം തീയതിയുള്ള ബാച്ചിൽ തന്നെ ജോയിൻ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇനി ജോയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓൾറെഡി ജോയിൻ ചെയ്തവരാണ്, നിങ്ങളൊന്നും ചെയ്യേണ്ട. ഓറിയൻറ്റേഷനിൽ വരിക, കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും. അത് ഫോളോ ചെയ്ത് ടൈം ടേബിളൊക്കെ ഫോളോ ചെയ്ത് പഠിക്കാൻ തുടങ്ങുക. റിലാക്സ്ഡ് ആയിട്ടുള്ള ടൈം ടേബിൾ ആയിരിക്കും ഉണ്ടാവും. ഓക്കെ. അപ്പം അതുകൊണ്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ഇതുകൊണ്ട് മാത്രമല്ല, നിങ്ങൾ സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികളാണ് വേറൊരു കാര്യം ഇതിലുണ്ട്.
ഈ നേരത്തെ തുടങ്ങുന്നതിന് വേറൊരു ലോജിക് കൂടിയുണ്ട്. കാരണം സ്റ്റേറ്റ് സിലബസിൽ പ്രിപ്പയർ ചെയ്യുന്നവർ, +1 +2 സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്നവർക്ക് നിങ്ങൾക്ക് മക്കളെ ഇത്രയും എക്സാംസ് എക്സ്ട്രാ ഉണ്ട്. ഇതൊന്നും എവിടെ ഇല്ല, CBSEയിൽ പഠിക്കുന്ന അല്ല ICSEയിൽ പഠിക്കുന്ന ഒരു കുട്ടിക്കില്ല. സാർ അപ്പോൾ ഓൺ എക്സാം ഇല്ലേ? ഒരു പേരിനൊരു ടേം എക്സാം നടത്തും. ക്രിസ്മസ് എക്സാം ഇല്ല, അതൊരു പേരിന് നടത്തും. അതിനുവേണ്ടി ആരും കഷ്ടപ്പെട്ട് പഠിക്കൊന്നുമില്ല, സെപ്പറേറ്റ്ലി ഭയങ്കര പഠിക്കൊന്നുമില്ല. പരീക്ഷയുടെ തലേന്ന് പഠിക്കുന്നല്ലാണ്ട് അത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. മോഡൽ എക്സാം ഇല്ലേ? മോഡൽ എക്സാം +1 ഇല്ല. CBSEയിലൊന്നും മോഡൽ എക്സാം ഇല്ല. ഇപ്പോൾ സ്കൂൾ ചിലപ്പോൾ ഒരു പേര് നടത്തുന്നല്ലാണ്ട് അതൊരു വലിയൊരു സംഗതിയായിട്ട് നടത്താറില്ല. പബ്ലിക് എക്സാം ഇല്ലേ? പബ്ലിക് എക്സാമും ഇല്ല. സ്കൂളുകൾ നടത്തുന്ന എക്സാംസേ ഉള്ളൂ. സോ ഇതൊക്കെ നിങ്ങൾക്ക് എന്തായിരിക്കും? നിങ്ങൾക്ക് ഒരു ഇൻ്റർവെൻഷൻ ആയിരിക്കും. നിങ്ങൾ നീറ്റിനൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയെങ്കിൽ പെട്ടെന്ന് ഈ സാധനം കയറി വരും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? മിനിമം ഒരു 14 ഡേയ്സ് എടുക്കില്ല നിങ്ങൾ ഓണപരീക്ഷ പഠിക്കാൻ വേണ്ടി. ഒന്ന് പരീക്ഷയുടെ ദിവസങ്ങൾ 5-6 ദിവസങ്ങൾ മിനിമം ഉണ്ടാവും. പിന്നെ അതിൻ്റെ മുൻപ് ഒരു 2 ആഴ്ചയെങ്കിലും നിങ്ങൾ അതിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കും. ക്രിസ്മസ് എക്സാമിന് അങ്ങനെ പോയി, മോഡൽ എക്സാമിന് പോയി, പബ്ലിക് എക്സാമിന് പോയി. പബ്ലിക് എക്സാമിന് നന്നായിട്ട് പ്രിപ്പയർ ആണ്. കാരണം ഇനി ഇതിൻ്റെ അർത്ഥം എന്താണ് സാർ? അപ്പോൾ ഇതൊന്നും ചെയ്യേണ്ടതെന്നാണോ? ഇതൊന്നും ചെയ്യാതെ നേരെ പോയാൽ മതി? അല്ല, ഇത് ചെയ്യേണ്ടി വരും. നിങ്ങൾ അറ്റ്ലീസ്റ്റ് പബ്ലിക് എക്സാമിനും മോഡൽ എക്സാമിനും കൂടി ഈ ദിവസങ്ങൾ നിങ്ങൾ ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ അത്രയും ദിവസങ്ങൾ നിങ്ങൾ ആക്ച്വലി നിങ്ങളുടെ നീറ്റ് പ്രിപ്പറേഷനും പോവുകയാണ് ചെയ്യുന്നത് ഒരു സ്റ്റേറ്റ് സിലബസ് വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം. ആ സമയം കൊണ്ട് ഇപ്പം ബാക്കിയുള്ള സ്കൂളുകളിൽ അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യ ബാക്കിയുള്ള സ്റ്റേറ്റ്സിൽ അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ CBSEയിലൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ അവരെന്ത് ചെയ്യും? അവർ മുന്നോട്ട് പഠിച്ച് പോകും. അപ്പോൾ ഞാൻ പറയുന്ന ഒരു നെഗറ്റീവ് സെൻസിൽ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് റിയാലിറ്റി എന്താണെന്ന് വെച്ചാൽ കുറേ ദിവസങ്ങൾ നിങ്ങൾക്ക് നഷ്ടപ്പെടും. നിങ്ങളുടെ നീറ്റ് പ്രിപ്പറേഷൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. പബ്ലിക് എക്സാമിൻ്റെ ഇടയിൽ കൂടെ നിങ്ങൾ ചെയ്യുമോ? ഇല്ല. അപ്പം അതുകൊണ്ട് തന്നെ നേരത്തെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് എന്തുകൊണ്ടും വലിയൊരു അഡ്വാൻറ്റേജ് ഉണ്ടാവും, പ്രത്യേകിച്ച് ഒരു സ്റ്റേറ്റ് സിലബസ് വിദ്യാർത്ഥിയാണെങ്കിൽ. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം മനസ്സിൽ വെക്കുക. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ ഈ പൃഥ്വി ബാച്ചിൽ ജോയിൻ ചെയ്തിട്ട് നേരത്തെ സ്റ്റാർട്ട് ചെയ്യണമെന്നൊന്നല്ല ഉദ്ദേശം. അത് നിങ്ങൾ ഓൾറെഡി ജോയിൻ ചെയ്തിട്ടുണ്ട്. ഈ ഒരു കാര്യം മനസ്സിലാക്കുക, എന്തിനാണ് നമ്മൾ നേരത്തെ വെച്ചിരിക്കുന്ന കാര്യം മനസ്സിലാക്കുക. ഓക്കെ, ഇനി നിങ്ങൾക്ക് തീരെ പറ്റില്ല സാർ, അതൊന്നും എനിക്ക് പറ്റില്ല, ഞാൻ പിന്നീട് തുടങ്ങുള്ളൂ എന്നാണെങ്കിൽ കുഴപ്പമില്ല, ഇറ്റ് ഈസ് ഓക്കെ. നമ്മൾ വീണ്ടും അടുത്ത ബാച്ച് നമ്മൾ എന്ത് ചെയ്യും? കുറച്ചും കൂടി കഴിയുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് അപ്പോൾ ജോയിൻ ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ ലോജിക്ക് മനസ്സിലായെങ്കിൽ, നിങ്ങൾക്ക് ആക്ച്വലി പറ്റുമെങ്കിൽ നിങ്ങൾ നേരത്തെ തന്നെ സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, ഇനി ഇതിൽ ജോയിൻ ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ ഒരിക്കലും എന്തൊക്കെ മിസ്റ്റേക്സ് കാണിക്കരുത്. +2 മാത്രം ഞാൻ പഠിക്കുള്ളൂ നീറ്റ്, അല്ലെങ്കിൽ +2 കഴിഞ്ഞിട്ട് ഞാൻ പഠിക്കുള്ളൂ, അല്ലെങ്കിൽ ഞാൻ റിപ്പീറ്റ് ചെയ്യും. അങ്ങനത്തെ മണ്ടത്തരങ്ങൾ നിങ്ങൾ ഇപ്പോഴേ ഡിസൈഡ് ചെയ്യരുത്. അപ്പോൾ ആ ഒരു കാര്യം ക്ലിയർ ആക്കാൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോ. 2 വർഷം പ്രോപ്പറായിട്ട് സ്കൂളിനൊപ്പം പഠിച്ചു പോയാൽ, റിലാക്സ്ഡ് ആയിട്ട് പഠിച്ച് അത്യാവശ്യം നിങ്ങൾ ചാപ്റ്ററൊക്കെ മനസ്സിലാക്കി എക്സാംസ് ഒക്കെ അറ്റൻഡ് ചെയ്ത് നന്നായിട്ടാണ് പോകുന്നതെങ്കിൽ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന എക്സാമാണ് നീറ്റ്. അപ്പോൾ ആ ഒരു കാര്യം കൃത്യമായിട്ട് പറഞ്ഞു തരണമെന്ന് ഒരു ആഗ്രഹമുള്ളതുകൊണ്ടാണ് ഈ വീഡിയോ ഇപ്പോൾ ചെയ്തത്. അത് മനസ്സിലായെങ്കിൽ മനസ്സിലായി സാർ എന്ന് പറഞ്ഞിട്ട് ഒരു കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടാം. ഈ വീഡിയോ യൂസ്ഫുൾ ആയി തോന്നിയാൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക മക്കളെ, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പ്രത്യേകിച്ച് നീറ്റ് ആസ്പിരൻസ് ആയുള്ള കുട്ടികൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും അറിയേണ്ട ഒരു കാര്യമാണത്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാൻ. വീണ്ടും ബൈ ആൻഡ് ടേക്ക് കെയർ.